ഹായ് ഫ്രണ്ട്സ്, മസാല ഫ്ലെയിംസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞാനും ഇവിടെ സുഖമായിട്ടിരിപ്പുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു മഷ്റൂം പെപ്പർ ഫ്രൈ ആണ്. അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മഷ്റൂം പെപ്പർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അതൊരു 250 ഗ്രാമാണുള്ളത്. അപ്പം അങ്ങനെയുള്ള 250 ഗ്രാം മഷ്റൂമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം നല്ലോണം ഒന്ന് വെള്ളത്തിൽ കഴുകണം. കാരണം അതിനകത്ത് ശരിക്കും പൊടിയൊക്കെ കാണും. അപ്പം നല്ലോണം വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്കതിനെ കുറച്ച് വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. മഷ്റൂം അരിയുമ്പം നമ്മൾ കുറച്ച് വലുതായിട്ട് തന്നെ അരിയുന്നതാണ് നല്ലത്. കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ചുരുങ്ങും. ഇതിൻ്റെ വെള്ളമൊക്കെ ഊറിയിട്ട് അത് വെന്ത് കഴിയുമ്പോഴത്തേന് കുറച്ചൊന്ന് ചുരുങ്ങും. അപ്പോൾ ഇച്ചിരി വലിയ പീസായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കഷ്ണമായിട്ടൊക്കെ കിടക്കും. ഇനി ഇത് കൂടാതെ ഒരു സവാളയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി. വെളുത്തുള്ളി ഇഞ്ചി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 1 ടീസ്പൂൺ പേസ്റ്റാണ് വേണ്ടുന്നത്. അതിനുവേണ്ടിയാണ് ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി നമുക്ക് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. അത് കൂടാതെ നമുക്ക് ഒരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന മെയിൻ സാധനങ്ങൾ. സവാള ഉള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, ചെറിയ പീസസ് ആയിട്ട്. അപ്പം ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അത് കണക്ക് പച്ചമുളക് നമുക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇങ്ങനെയുള്ള അരിയലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കാം. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടി എപ്പോഴും കഴുകുമ്പോൾ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശം കാണും. അപ്പോൾ ആ വെള്ളമെല്ലാം പോയിട്ട് ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണയെന്ന് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയോളം ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ചെറിയൊരു സൗണ്ട് കേൾക്കും. അതിനൊക്കെ നമുക്ക് കാണാനും പറ്റും. അപ്പം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള, നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള എടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഒത്തിരി നല്ലോണം വഴറ്റണമെന്നില്ല. ആദ്യം ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേന് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി അരച്ച് വെച്ചേക്കുന്ന അതിൻ്റെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ കളർ എത്തുന്നത് വരെ വഴറ്റണം. അപ്പം നമുക്കൊരു ഗോൾഡൻ കളർ ഇത് എത്താനായി എന്ന് തോന്നുമ്പോൾ അതിലേക്ക് നമുക്ക് പിന്നെ മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാല എന്ന് പറഞ്ഞാൽ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അത് ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ, അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് കയറി കരിഞ്ഞു പോകും. പൊടികളായതുകൊണ്ട് പെട്ടെന്ന് കയറി കരിഞ്ഞു പോകും. അപ്പോൾ തീ നല്ലോണം കുറച്ചിട്ട് പതുക്കി ഒന്ന് നമുക്ക് വഴറ്റി നല്ലോണം എടുക്കാം. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് വെക്കാം. കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ അരപ്പിലോട്ട് ഒഴിക്കുമ്പോൾ അതൊരു കുറുകിയ പരുവത്തിൽ വേണം. ആ കറി ഒന്ന് കുറുകിയ പരുവത്തിലാവുന്നത് വരെ അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന്. ഇനി നമുക്ക് ആ കറി ഒന്ന് നല്ലോണം വേവിക്കാം. നല്ലോണം വെന്ത് ആ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒന്ന് പറ്റണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം പറ്റിയിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. നമുക്ക് മഷ്റൂം ചേർത്ത് അത് നല്ലോണം ഇളക്കിയതിന് ശേഷം ഒരു 1-2 മിനിറ്റ് വേണമെങ്കിൽ അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ചെറിയൊരു വെള്ളം പെട്ടെന്ന് അതിനകത്ത് ഊറും. അപ്പം ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം മതി. അപ്പോൾ ഒത്തിരി സമയം നമ്മൾ അടച്ചു വെക്കണ്ട. അപ്പം ഒത്തിരി സമയം അടച്ചു വെച്ച് വെന്ത് കഴിഞ്ഞാൽ ഫുൾ വെള്ളമായിട്ട് ഇറങ്ങി കറിയായിട്ട് മാറും. അപ്പോൾ നമുക്ക് 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് തുറന്നിട്ട് പിന്നെ നമുക്ക് അതിനെ ഇളക്കി വേവിച്ചാൽ മതി. 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഈ മഷ്റൂം ഒന്ന് വെന്തിരിക്കും. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഈ മഷ്റൂം ഒന്ന് വെന്തെന്ന് തോന്നിയതിന് ശേഷം അതേ കണക്ക് തന്നെ നമ്മുടെ കറിയുടെ വെള്ളവും ഒന്ന് നല്ലോണം പറ്റിയെന്ന് തോന്നിയതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് തീയൊക്കെ കുറച്ച് വെച്ച് നല്ലോണം ഒന്ന് ഇളക്കാം. അങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് തോന്നുവാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കേണ്ട. അതല്ല പിന്നെയും വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം വീണ്ടും ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.